ഏവർക്കും ആസാദി മീഡിയയുടെ തിരുവോണ ദിനാശംസകൾ. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നാളെ തിരുവോണം. മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിലാണ്. തിരുവോണത്തിനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ലോകത്തിന്റെ ഏത് കോണിലെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള അവസരം മലയാളികൾ നഷ്ടമാക്കാറില്ല. ഉത്രാട ദിനത്തെ ഒന്നാം ഓണം എന്ന് പറയുന്നു. ഒന്നാം ഓണം തുടങ്ങിയത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ പൂക്കളത്തിന് തുടക്കം കുറിക്കുന്നത് ഇന്നു മുതലാണ്. തിരുവോണത്തിന് വേണ്ട എല്ലാം വാങ്ങാനുള്ള അവസാനഘട്ട തിടുക്കമാണ് ഉത്രാടപ്പാച്ചിൽ. സദ്യ ഒരുക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങൾക്കുമുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഈ ദിവസമാകും വാങ്ങുക. ചിരിയും കളിയും ആഘോഷങ്ങളുമായി സംസ്ഥാനമാകെ ഉത്സവലഹരിയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്നലെ തിരിതെളിഞ്ഞു. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ സംവിധായകരും നടനുമായ ബേസിൽ ജോസഫ്, നടൻ രവി മോഹനൻ എന്നിവർ മുഖ്യ അതിഥികളായി. കേരളത്തിന്റെ പരമ്പരാഗതവും തനിമ തുടിക്കുന്നതുമായ കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക കലകളും സംഗീതം, ദൃശ്യവിരുന്നുകളും ആയോധന കലാപ്രകടനങ്ങളും ഓണവാരാഘോഷത്തിന് മാറ്റുകൂട്ടി. കണ്ണൂർ സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് കണ്ണൂർ ടൗൺ സ്ക്വയർ തുടക്കമായി. പഴയകാല ഗാനങ്ങൾ കോർത്തിണക്കി കലാഭവൻ ദിൽന അവതരിപ്പിച്ച സ്മൃതിതൻ ചിറകിലേറി. ചെമ്പൈ സംഗീത ഭവൻ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ കാനങ്ങാട് പുഷ്പ പ്രഭാകർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പയ്യന്നൂർ അവതരിപ്പിച്ച ചരടുകുത്തിക്കളി, പാലാപ്പള്ളി തിരുപ്പള്ളി ഫെയിം അതുൽ നറുകര നയിച്ച ഫോക്ക് സന്ധ്യ എന്നിവ ബുധനാഴ്ച അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ, ബാലതാരവും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിമുമായ റാനിയ റഫീഖ് എന്നിവർ വിശിഷ്ട അതിഥികളായി. സിനിമാ താരം ശ്രുതി ലക്ഷ്മി അവതരിപ്പിച്ച ഡാൻസ് നൈറ്റ് അരങ്ങ് കൊയിലാണ്ടിയുടെ. ബംഗാൾ നിയമസഭയിൽ കയ്യാങ്കളി. പ്രതിപക്ഷാംഗങ്ങളെ വലിച്ചിഴച്ച് പുറത്താക്കി. ജനാധിപത്യം മരിച്ചെന്ന് BJP. ബംഗാളി കുടിയേറ്റക്കാർക്കെതിരെ അതിക്രമങ്ങളെക്കുറിച്ച് ബംഗാൾ നിയമസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ നാടകീയ സംഭവങ്ങൾ. ബഹളത്തെ തുടർന്ന് 4 BJP MLA-മാരെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ബംഗാളിൽ ജനാധിപത്യം മരിച്ചെന്ന് BJP ആരോപിച്ചു. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസ്കരിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് ആയിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രമേയം. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ സസ്പെൻഷൻ ചോദ്യം ചെയ്ത് BJP നിയമസഭാംഗങ്ങൾ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മുഖ്യമന്ത്രി മമതാ ബാനർജി സഭയെ അഭിസംബോധന ചെയ്യാനായി എഴുന്നേറ്റപ്പോൾ BJP MLA-മാർ പ്രതിഷേധിച്ചു. തുടർന്ന് സഭയിൽ ക്രമക്കേടുകൾ ഉണ്ടായതിന് BJP ചീഫ് വിപ്പ് ശങ്കർ ഘോഷിനെ സ്പീക്കർ ഭീമൻ ബാനർജി സസ്പെൻഡ് ചെയ്തു. ഘോഷ് പുറത്തു പോകാൻ വിസമ്മതിച്ചതോടെ നിയമസഭ മാർഷലുകൾ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പുറത്താക്കി. മുദ്രാവാക്യം വിളിച്ച BJP MLA അഗ്നിമിത്ര പോളിനെയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും വനിതാ മാർഷലുകളെ ഉപയോഗിച്ച് പുറത്തിറക്കാൻ സ്പീക്കർ നിർദ്ദേശിക്കുകയും ചെയ്തു. BJP-യുടെ മിഹിർ ഗോസ്വാമി, അശോക് ദിണ്ട, ബാങ്കിങ് ഘോഷ് എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. പ്രതിഷേധത്തിനിടെ തങ്ങൾക്കു നേരെ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നും വെള്ളക്കുപ്പികൾ എറിഞ്ഞതായി BJP ആരോപിച്ചു. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. വിട പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ. 68 വയസ്സായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനും പ്രമാദമായ നിരവധി കേസുകളിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിർണായക പങ്കുവച്ച ആളുമാണ് ഡോക്ടർ ഷേർലി വാസു. വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം
മുൻ മേധാവിയായിരുന്നു ഡോക്ടർ ഷേളി. സൗമ്യ വധക്കേസിൽ സൗമ്യയുടെ മൃതദേഹം പരിശോധിച്ചതും നിർണായക തെളിവുകൾ കണ്ടെത്തിയും ഡോക്ടർ ഷേർലിയാണ്. ഗോവിന്ദചാമി ജയിലിൽ ചാടിയ സന്ദർഭത്തിലും അവർ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. നിലവിൽ കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവിയാണ്. ഔദ്യോഗിക കാലയളവിൽ പ്രമാദവും വിവാദവുമായ നൂറുകണക്കിന് കേസുകളാണ് ഡോക്ടർ ഷേർലി വാസു പരിശോധിച്ചത്. 1982 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായി ജോലിയിൽ പ്രവേശിച്ചാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1984 ഫോറൻസിക് മെഡിസിനിൽ MD കരസ്ഥമാക്കി. തുടർന്ന് വിവിധ മെഡിക്കൽ കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ പദവികൾ നിർവഹിച്ചു. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ കോർത്തിണക്കി പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകവും ഡോക്ടർ ഷേർലി രചിച്ചിട്ടുണ്ട്. 2017 കേരള സർക്കാരിന്റെ സംസ്ഥാന വനിതാരത്നം പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷേർലി വാസുവിന്റെ അകാല വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്ഥാനത്തെ സങ്കീർണമായ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ ഡോക്ടർ ഷേർലി വാസുവിന് സാധിച്ചുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ എന്ന നിലയിൽ ശ്രദ്ധേയായ അവർ എഴുതിയ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. സംയോജിത കൃഷിയിലൂടെ നല്ല ഭക്ഷണ വിപണി ഒരുക്കി ഓണച്ചന്ത. നല്ല കൃഷി, നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം ലക്ഷ്യത്തോടെ നടത്തിയ സംയോജിത കൃഷിയുടെ ഓണച്ചന്ത തുടങ്ങിയ ജനകീയ ഇടപെടലിലൂടെ ഓണത്തിന് നല്ല ഭക്ഷണ വിപണി ഒരുക്കാൻ ജില്ലയിലെ വിവിധ ഏരിയകളിലാണ് ജില്ലാ സംഘാടക സമിതി സംയോജിത കൃഷി നടത്തിയത്. ജില്ലാതല ഉദ്ഘാടനം മൊറാഴ CH നഗറിൽ ജില്ലാ സംഘാടക സമിതി ചെയർമാൻ M പ്രകാശൻ നിർവഹിച്ചു. ആന്തൂർ നഗരസഭ ചെയർമാൻ P മുകുന്ദൻ അധ്യക്ഷനായി. CPIM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം PK ശ്യാമള, KSKTU ജില്ലാ പ്രസിഡന്റ് K ദാമോദരൻ, TO വിനോദ് കുമാർ, പുല്ലായിക്കൊടി ചന്ദ്രൻ, T ബാലകൃഷ്ണൻ, MV ജനാർദ്ദനൻ, OC പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ ഏരിയകളിലെ മികച്ച കർഷകരായ U ഭാസ്കരൻ മാടായി, ശ്രീധരൻ തലശ്ശേരി, K ദിനേശൻ മട്ടന്നൂർ, NM അജയൻ പെരിങ്ങോം, CV സുമജൻ പിണറായി, ശ്രീകുമാർ എടക്കാട്, KV സിമി തളിപ്പറമ്പ്, കോട്ടായി ചന്ദ്രൻ കൂത്തുപറമ്പ്, K ലക്ഷ്മണൻ മയിൽ എന്നീ കർഷകരെയും ആന്തൂർ നഗരസഭയിലെ മികച്ച കൃഷിക്കൂട്ടങ്ങളായ പന്നേരി കൃഷി വികസന ഗ്രൂപ്പ്, പന്നേരി കൃഷി വികസന ഗ്രൂപ്പ്, വെള്ളിക്കിൽ തൊഴിലുറപ്പ് സേന എന്നിവരെ ആദരിച്ചു. ജില്ലാ സംഘാടക സമിതി കൺവീനർ രാമകൃഷ്ണൻ മാവില സ്വാഗതവും EK വിനോദൻ നന്ദിയും പറഞ്ഞു. ഫോക്ക് ലാൻഡ്സിൽ പായസമേള. ഓണാഘോഷത്തോടനുബന്ധിച്ച് KTDC ഫോക്ലോർ മാങ്ങാട്ടുപറമ്പിൽ ഓണം സ്പെഷ്യൽ പായസമേളയും ഓണസദ്യയും തുടങ്ങി. രുചി വൈഭവങ്ങളോടെ 4 പായസങ്ങളാണ് ആദ്യ ദിനം വിൽപ്പന നടത്തിയത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KTDC ഡയറക്ടർ U ബാബു ഗോപിനാഥ് സ്വാഗതവും മാനേജർ TJ ലാലു നന്ദിയും പറഞ്ഞു. 4 പായസവും 26 വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയും വെള്ളിയാഴ്ച വരെ കൗണ്ടറിൽ നിന്നും ലഭിക്കും. പായസം ലിറ്ററിന് 400 രൂപയും കപ്പിന് 40 രൂപയുമാണ് നിരക്ക്. ഓണസദ്യ ഒരാൾക്ക് 400 രൂപയും പാർസലിന് 450 രൂപയും നൽകണം. മുൻകൂർ ബുക്കിംഗിന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400087739. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇരകളായത് 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർ. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. രാഹുലിനെതിരായ FIR പുറത്ത്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് എതിരെ സമർപ്പിച്ച FIR-ന്റെ പകർപ്പ് പുറത്ത്. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും 18 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇരകളായതെന്നും FIR-ൽ പറയുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR സമർപ്പിച്ചത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു, സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. BNSC 78, 351, പോലീസ് ആക്ടിലെ 120 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 5 പേരുടെ പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളത്. അതേസമയം ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. 2 യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായെന്നാണ് അന്വേഷണ
സംഘത്തിന് ലഭിച്ച വിവരം. ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ്. ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷക സംഘം ബംഗളൂരിലേക്ക് പോകും. അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭഛിദ്രം നടന്ന ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആദ്യ ഗർഭഛിദ്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നതായി വിവരമുണ്ട്. നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ല. അതിജീവിതന്മാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികൾ ശ്രമിക്കുന്നതായും അന്വേഷക സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന നടത്തും. APJ ലൈബ്രറിയിൽ കുട്ടികൾക്ക് പുഞ്ചിരി മത്സരം. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പുഞ്ചിരി മത്സരം സംഘടിപ്പിക്കുന്നു. ഓൺലൈനായാണ് മത്സരം. 4 വയസ്സുവരെയും 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയും 2 ഗ്രൂപ്പുകളായാണ് മത്സരം. പൂക്കളത്തിന്റെ അടുത്തുനിന്ന് കുട്ടികൾ പുഞ്ചിരിക്കുന്ന ഫോട്ടോയാണ് മത്സരത്തിന് അയക്കേണ്ടത്. പേര്, രക്ഷിതാവിന്റെ പേര്, വിലാസം, ഫോൺ നമ്പർ ഉൾപ്പെടെ 20 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യുക. ഗൂഗിൾ പേ നമ്പർ 9562779305 9895963172. പൂക്കളത്തിന്റെ അടുത്തു നിന്നുമുള്ള പുഞ്ചിരിക്കുന്ന ഫോട്ടോ സെപ്റ്റംബർ 6 രാവിലെ 10 മണിക്ക് മുന്നേ ഇതിൽ പറയുന്ന ഏതെങ്കിലും വാട്സപ്പ് നമ്പറിൽ അയക്കണം. നമ്പർ 9447372316 9562779305 9895631772. ഇരുവിഭാഗത്തിലും ആദ്യ 3 സ്ഥാനക്കാർക്ക് ആകർഷകമായ സമ്മാനങ്ങളും 10 കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും. കൂട്ട ആത്മഹത്യയിൽ ചികിത്സയിലായിരുന്ന 4ാമത്തെയാളും മരിച്ചു. കാസർഗോഡ് അമ്പലത്തറയിൽ ആസിഡ് കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 4ാമത്തെയാളും മരിച്ചു. അമ്പലത്തറ സ്വദേശി പറങ്ക്ലായി സ്വദേശി രാകേഷ് 35 മരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാകേഷിന്റെ അച്ഛനും സഹോദരനും നേരത്തെ മരിച്ചിരുന്നു. ആസിഡ് കഴിച്ചാണ് മരണകാരണം. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ രാകേഷ് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് എല്ലാവരും ഛർദ്ദിക്കുന്നതായി ബന്ധുവിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് കൂട്ട ആത്മഹത്യാ ശ്രമം നടന്നതായി വ്യക്തമായത്. കാനങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഗോപി മരിച്ചു. മറ്റു 2 പേർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ മരണപ്പെട്ടു. രാകേഷ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. രാകേഷും കാനങ്ങാട്ടെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. രഞ്ജേഷ് അടുത്തിടെ വിവാഹമോചിതനായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ലൈബ്രറിയും പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലും സംഘടിപ്പിക്കുന്ന കോടിയേരി സ്മൃതി സെമിനാർ 20-ന് ചൊക്ലിയിൽ. രാവിലെ 10-ന് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാർ ഉദ്ഘാടനം ചെയ്യും. കവിയൂർ രാജഗോപാലൻ അധ്യക്ഷനാകും. കോടിയേരി അനുസ്മരണ പ്രഭാഷണം സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. സെമിനാറിലെ ആദ്യ സെഷനിൽ ഭരണഘടനാ വർത്തമാനവും ഭാവിയും വിഷയം ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാര്യ അവതരിപ്പിക്കും. പ്രദീപൻ അധ്യക്ഷനാകും. ഉച്ചയ്ക്ക് ശേഷമുള്ള 2ാമത് സെഷനിൽ വിദ്യാഭ്യാസ രംഗത്തെ സമകാലിക വെല്ലുവിളികൾ വിഷയം മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അവതരിപ്പിക്കും. കണ്ണൂർ സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കോളോത്ത് അധ്യക്ഷയാവും. സെമിനാറിനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയിൽ നേരിട്ടും ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാം. 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. വിശദവിവരങ്ങൾ 9495908020 9496141986 എന്നീ നമ്പറുകളിൽ അറിയാം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം പേർ സെമിനാറിൽ പങ്കെടുക്കും. 3ാമത് കോടിയേരി സ്മൃതി സെമിനാറാണ് ഇത്തവണത്തേത്. സംഘാടക സമിതി യോഗം ചേർന്ന് സെമിനാറിനുള്ള ഒരുക്കം വിലയിരുത്തി. കവിയൂർ രാജഗോപാലൻ അധ്യക്ഷനായി. VK രാഗേഷ്, PK മോഹനൻ, ഡോക്ടർ TK മുനീർ, ഡോക്ടർ AP ശ്രീധരൻ, O അജിത് കുമാർ, സിറോഷ് ലാൽ, KP സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോടിയേരി സ്മൃതി സെമിനാർ മണിക് സർക്കാർ ഉദ്ഘാടനം ചെയ്യും.
മാനവിക സൗഹൃദ വേദി കണ്ണൂർ ജില്ലാ കമ്മിറ്റി മരക്കാർകണ്ടി യുവജന വായനശാലയിൽ വെച്ച് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി E.K. സിറാജ് ഉദ്ഘാടനം ചെയ്തു. ജനു ഐച്ചാങ്കണ്ടി അധ്യക്ഷനായി. ശ്രീധരൻ ഉരുവച്ചാൽ, P.D. ജോൺസൺ, TV ഹമീദ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.